മഞ്ഞണിക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ മീനു എന്നു പേരുള്ള ഒരു മിടുക്കി കുട്ടിയുണ്ടായിരുന്നു. അവൾ വീടിൻ്റെ മുറ്റത്ത് നിറയെ ചെടികൾ നട്ട് വളർത്തിയിരുന്നു. ദിവസവും രാവിലെയും വൈകിട്ടും ചെടി നനയ്ക്കും. മീനുവിന് ചെടിയിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. പല നിറത്തിലുള്ള പൂക്കൾ. അതിൽ തേൻ കുടിക്കാനായി പല നിറത്തിലുള്ള പൂമ്പാറ്റകൾ വരും. മീനു പൂമ്പാറ്റകളോട് സംസാരിക്കും. അതിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു പൂമ്പാറ്റയുണ്ട്. അതിനോട് മീനുവിന് വലിയ ഇഷ്ടമാണ്. പൂമ്പാറ്റകളെല്ലാം മീനുവിൻ്റെ പൂന്തോട്ടത്തിലേക്ക് തേൻ കുടിക്കാനായി വരുന്ന വഴിയിൽ ഒരു വലിയ ചെമ്പരത്തിപ്പൂ നിൽക്കുന്നത് മഞ്ഞപ്പൂമ്പാറ്റ കണ്ടു. മഞ്ഞപ്പൂമ്പാറ്റ ആരോടും പറയാതെ ആ ചെമ്പരത്തിപ്പൂവിലേക്ക് പറന്നു. ഇത് വലിയ പൂവാണ്. ഇതിൽ ഒരുപാട് തേനുണ്ടാകും. ഇത് ഒറ്റയ്ക്ക് കുടിക്കാം. അവരാരും അറിയണ്ട. പൂവിലിരുന്ന് പൂമ്പാറ്റ തേനെല്ലാം കുടിച്ചു. അപ്പോഴാണ് ആ ചെമ്പരത്തി ചെടിയിൽ ഒരു ചിലന്തി വല നെയ്യുന്നത് കണ്ടത്. ചിലന്തിയുടെ വല കണ്ടപ്പോൾ മഞ്ഞ പൂമ്പാറ്റ, ഹായ് ഊഞ്ഞാൽ! ചിലന്തിച്ചേട്ടാ, ഞാൻ ഊഞ്ഞാലിൽ ഒന്ന് ആടിക്കോട്ടെ? അതിനെന്താ, ആടിക്കോളൂ എന്ന് ചിലന്തിച്ചേട്ടൻ പറഞ്ഞു. പൂമ്പാറ്റ ചിലന്തി വലയിലിരുന്ന് ഊഞ്ഞാലാടി. തേൻ കുടിച്ച് വയറ് നിറഞ്ഞിരുന്ന പൂമ്പാറ്റ ഉറങ്ങിപ്പോയി. ഈ സമയം മറ്റുള്ള പൂമ്പാറ്റകൾ മീനുവിൻ്റെ തോട്ടത്തിൽ തേൻ കുടിക്കാനെത്തി. മീനു മഞ്ഞ പൂമ്പാറ്റയെ കാണാത്തതിനുള്ള മറ്റു പൂമ്പാറ്റകളോട് ചോദിച്ചു, ഹേയ് കൂട്ടുകാരെ, മഞ്ഞ പൂമ്പാറ്റ എവിടെ പോയി? കാണുന്നില്ലല്ലോ. അപ്പോഴാണ് കൂട്ടുകാർ മനസ്സിലാക്കിയത് തങ്ങളുടെ കൂട്ടുകാരി ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന്. അയ്യോ, ഞങ്ങൾ കണ്ടില്ലല്ലോ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ. അവൾക്ക് എന്തു പറ്റി? അവർ കൂട്ടുകാരിയെ തിരക്കി വേഗം പോയി. കുറേ സമയം കഴിഞ്ഞ് ഉറക്കമുണർന്ന പൂമ്പാറ്റ വലയിൽ നിന്ന് പറക്കാൻ നോക്കി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഞാൻ ചിലന്തിച്ചേട്ടൻ്റെ വലയിൽ കുടുങ്ങിപ്പോയി എന്ന്. മഞ്ഞപ്പൂമ്പാറ്റ ഉറക്കെ കരഞ്ഞു, അയ്യോ രക്ഷിക്കണേ. കൂട്ടുകാരിയെ തിരക്കി വന്ന പൂമ്പാറ്റകൾ അവളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ചിലന്തിച്ചേട്ടൻ്റെ കെണിയിൽപ്പെട്ട കൂട്ടുകാരിയെ അവർ കണ്ടു. അവർ ചിലന്തിച്ചേട്ടനോട് ചോദിച്ചു, ചിലന്തിച്ചേട്ടാ, ഞങ്ങളുടെ കൂട്ടുകാരിയെ ചേട്ടൻ്റെ കൂട്ടിൽ നിന്നും ഒന്ന് രക്ഷിക്കാമോ? അവൾ ഒരു പാവമാണ്. ചിലന്തി മഞ്ഞപ്പൂമ്പാറ്റയെ പതിയെ വലയിൽ നിന്നും പുറത്തെടുത്തു. കൂട്ടുകാർ ചിലന്തിയോട് നന്ദി പറഞ്ഞു. അതോടെ മഞ്ഞപ്പൂമ്പാറ്റയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അത്യാഗ്രഹം ആപത്തിൽ പെടുത്തും. താൻ ആരോടും പറയാതെ ഒറ്റയ്ക്ക് തേൻ കുടിക്കാൻ പോയതാണ് അപകടത്തിൽപ്പെടാൻ കാരണം. ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.